സമസ്ത മുഷാവറ യോഗം ആരംഭിക്കാനിരിക്കെ മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ പോസ്റ്റർ. കോഴിക്കോട് ലീഗ് ഹൌസിന് മുൻപിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. പ്രസിഡന്റ് സാദിഖ് അലി തങ്ങൾ, സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി എന്നിവരെ ലക്ഷ്യമിട്ടാണ് പോസ്റ്റർ. ലിജോ വർഗീസിന്റെ വിശദാംശങ്ങളുമായി. ലിജോ, ആരാണ് ഈ പോസ്റ്ററിന് പിന്നിൽ? എന്താണ് ഈ പോസ്റ്ററിലുള്ളത്? ഇപ്പോൾ സമസ്ത മുഷാവറ യോഗം ചേരാനിരിക്കെയാണ് ഇത്തരത്തിൽ ലീഗ് ഹൌസിന് മുൻപിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും പി.കെ. കുഞ്ഞാലിക്കുട്ടി, അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ എന്നിവർക്കെതിരെ അല്ലെങ്കിൽ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി സമസ്തയ്ക്കുള്ളിൽ ലീഗ് അനുകൂലികളും വിരോധികളും തമ്മിലുള്ള വലിയ തോതിലുള്ള സംഘർഷം ആ സംഘടനയ്ക്കുള്ളിൽ നടക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ മുഷാവറ യോഗവും നടക്കുന്നത്. സമവായത്തിനായി കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് നേതാക്കളുടെ ഒരു യോഗം വിളിച്ചിരുന്നു. പക്ഷെ ആ യോഗത്തിലും ഒരു സമവായം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ഏറ്റവും ഒടുവിലായി വന്ന വിഷയങ്ങളിലൊന്നും മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളിൽ മുസ്ലിം ലീഗ് നേതാക്കൾ എടുത്തിട്ടുള്ള നിലപാടാണ്. അതിൽ പി.കെ. കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളും ഈ വിഷയം പരിഹരിക്കുക എന്നതിനപ്പുറത്തേക്ക് മുനമ്പത്തെ ഭൂമി വഖഫ് ഭൂമിയാണ് എന്ന് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ആ തരത്തിലൊരു പ്രതികരണം നടത്താനോ ആദ്യഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. ഇതിനിടയിലാണ് കോൺഗ്രസ് നേതാവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വി.ഡി. സതീശൻ മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നുള്ള നിലപാട് പരസ്യമായി അത് ഒന്നിൽ കൂടുതൽ തവണ പല വേദികളിലായി അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്ത് ഇതോടുകൂടിയാണ് മുസ്ലിം ലീഗിനുള്ളിൽ വലിയ തരത്തിലൊരു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലൊരു വിഭാഗീയത ഉണ്ടായിരിക്കുന്നത്. കെ എം ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇത് വഖഫ് ഭൂമിയാണെന്ന് വ്യക്തമാക്കി. ഇ.ടി. മുഹമ്മദ് ബഷീർ ഏറ്റവും ഒടുവിലായി ഇത് അസന്നിഗ്ധമായി വഖഫ് ഭൂമിയാണെന്ന് പറയുകയും അത് വഖഫ് ഭൂമിയാണെന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള സമവായം വേണമെന്നുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു വിഷയം വന്നപ്പോഴാണ് ഇപ്പോൾ ഇത്തരത്തിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ലീഗിനുള്ളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പുറത്തേക്ക് അത്തരം ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദേശം പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം വെച്ചാണ് ഈ മുഷാവറ യോഗത്തിന് മുൻപ് ഇത്തരത്തിൽ പോസ്റ്ററുകൾ വന്നിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലതരത്തിലുള്ള വിഷയങ്ങൾ മുസ്ലിം ലീഗിൽ നേതാക്കൾ സമസ്തയെ ഒരു ആത്മീയ സംഘടന എന്ന നിലയ്ക്ക് സമസ്തയ്ക്കുള്ളിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതായിരുന്നു സമസ്ത നേതാക്കളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതിനുശേഷം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്ന ഘട്ടത്തിൽ സമസ്തയുടെ മുഖപത്രത്തിൽ ഇടതുപക്ഷത്തിന്റെ CPM-ന് വേണ്ടി ഡോക്ടർ പി സരീന് വേണ്ടി അതിൽ പരസ്യം വന്നത് വലിയ തരത്തിലുള്ള വിവാദമായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ട്. ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനാണ് ഇന്നിപ്പോൾ മുഷാവറ യോഗം വിളിച്ചിരിക്കുന്നത്. വിഷയം രമ്യമായി പരിഹരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ അല്ലെങ്കിൽ നേതാക്കൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ കൂടി, അതായത് പ്രത്യേകിച്ച് രണ്ട് നേതാക്കൾക്കെതിരെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും അതോടൊപ്പം തന്നെ ജനറൽ സെക്രട്ടറിക്കുമെതിരെയുള്ള പോസ്റ്ററുകൾ വന്നിരിക്കുന്നത്. ശിഹാബുദ്ദീൻ തങ്ങളുടെ മകനായിട്ടുള്ള ഇപ്പോഴത്തെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള മുനവർ അലി തങ്ങളെ വിളിക്കണം, അദ്ദേഹത്തെ കൊണ്ട് മാത്രമേ ലീഗിനെ രക്ഷിക്കാൻ കഴിയൂ തുടങ്ങിയ പോസ്റ്ററുകളുമുണ്ട്. ആ തരത്തിൽ ഈ ലീഗിനുള്ളിൽ തന്നെ ഒരു വിഭാഗീയത ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള പോസ്റ്ററുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏതായാലും ഈ പോസ്റ്ററുകളെ സംബന്ധിച്ച് ഇപ്പോൾ നേതാക്കളൊന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടില്ല. ഈ യോഗത്തിനെത്തുന്ന നേതാക്കൾ ഏത് തരത്തിലാണ് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശരി ലിജോ വർഗീസാണ് വിശദാംശങ്ങൾ നൽകിയത്.